പോലും ഈ നാടിന്റെ നന്മയും ഈ സദസ്സിന്റെ വിജയവും ആഗ്രഹിച്ച് കൊതിച്ച് ആർത്തിയോടെ ആഗ്രഹത്തോടെ ഈ ജനസാഗരത്തിന് മുന്നിൽ വളരെ ക്ഷമയോടുകൂടി ഇൽമിന്റെ വേദിയെ ധന്യമാക്കിയ മറ്റ് പൊതുപ്രവർത്തകരെ, പരിസര മഹല്ലുള്ള സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വന്നുപോയ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, അതിലുപരി അവരെക്കാളേറെ ആശയോടെയും ആഗ്രഹത്തോടെയും വളരെ നേരത്തെ തന്നെ ഈ മനോഹരമായ പൊന്നാനി സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞ് കാത്തിരുന്ന എന്റെ പ്രിയമുള്ള വിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മബെങ്ങന്മാരെ, മറ്റ് പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആമുഖമായി ഞാൻ അറിയിക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ മഹനീയ വേദിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ മാത്രം അള്ളാഹു ചേർത്ത് വെക്കുന്ന ഫിർദൗസിൽ ഒരു സീറ്റ്, ഒരു ഇടം കാരുണക്കടലായ പടച്ചതമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും സൃഷ്ടാവായ പടച്ചതമ്പുരാൻ പുറത്തു തരികയും മേലിൽ പാപരഹിതമായ ഒരു ജീവിതം കാഴ്ചവെച്ച് ഈമാനിൽ മുത്തിമണുത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ സ്നേഹത്തിലും ഇഷ്ടത്തിലും പ്രേമത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും കണ്ട് രസിച്ച് മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യവും ഈ വലിയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പെരുമാറട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദ്യമേ കുറച്ചുകൂടി കസേര പുറകിലോട്ട് ഇട്ടിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഫ്രണ്ടിൽ കുറെ വരെ ഇരുത്താമായിരുന്നു. ഇത്രയും ചെയ്ത് സ്ഥിതിക്ക് ചെയ്യാൻ കഴിയില്ല. കസേര ഇനി എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സംഘാടകർ ശ്രമം നടത്തുന്നുണ്ടാവും. എങ്കിൽ പോലും നിൽക്കുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമുണ്ട്. ഒരുപാട് സദസ്സുകളിൽ വന്ന് കണ്ടിട്ടുള്ള പൊന്നാനിയിലെ സിൽവർ ജൂബിലിയിലെ സലാമത്തുൽ ഇസ്ലാം മദ്രസയുടെ പ്രവർത്തകർ ഒരു വലിയ ചതിയാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതിപ്പോ ആദ്യ പരിപാടിയൊന്നുമല്ല മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കുറച്ച് കസേര കൂടുതൽ കരുതിയിരിക്കണമായിരുന്നു. ഉപ്പമാരൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. ആ വിഷമം അറിയിക്കാതെ എനിക്ക് എന്തായാലും പ്രസംഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുമ്പോൾ വയറ് ശരിക്കുണ്ടത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, വളരെ ശ്രദ്ധിക്കണം. ഇനി ഫ്രണ്ടിൽ ഇരിക്കുന്നത് അഭികാമ്യമല്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. അതുകൊണ്ട് ഇനി ഒരുപാട് പേരെ കയറ്റി വിടരുത്. ഇട്ടാൽ ശരിക്കും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. ഈ ഭാഗത്തൊക്കെ ഇരുന്നാൽ എന്തുമാത്രം കേൾക്കാൻ കഴിയും എന്നൊന്നും എനിക്കറിയില്ല. സംഘാടകർ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പിന്നെ ഇരുത്താനും മറ്റും ശ്രമിക്കുക. അതിൽ ഇടപെടാൻ ഇനി എന്നെ കൊണ്ട് സാധ്യമല്ല. സമയം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. മാക്സിമം ഇൻഷാ അല്ലാഹ് ശ്രമിച്ചു നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിഷയം കൂടുതൽ കേൾക്കേണ്ടത് സ്ത്രീകളാണ്. നിങ്ങൾ കേൾക്കേണ്ടെന്നല്ല, നിങ്ങൾ കേട്ടെങ്കിലേ സ്ത്രീകൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഏതായാലും ഏകദേശം സീറ്റ് ഉറപ്പാണെന്ന് തോന്നുന്നു. എങ്കിലും പുറകിൽ ഒരുപാട് സ്ത്രീകളുടെ ഭാഗത്ത് സ്ഥലക്കുറവുണ്ട്. അവരും നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സംഘാടകർ എന്തായാലും ഇന്നിപ്പോ കേൾക്കണമെന്നില്ല. പിന്നീട് കമലാസുരിയ ബുക്ക് സ്റ്റാളോ കൊല്ലം ജില്ലയെ മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമി പബ്ലിഷൊക്കെ കാസറ്റ് ഇറക്കുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കാണാം. തൽക്കാലം വരുന്ന ജനങ്ങളെ ഇരുത്തുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മൈക്ക് ഓപ്പറേറ്ററായ പ്രിയ കൂട്ടുകാരനോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാൻ ഓളിയും കൂട്ടുമ്പോൾ നിങ്ങൾ ഓളിയും കുറയ്ക്കരുത്. രണ്ട് കൈ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം, ജെസിബിയുടെ ഡ്രൈവറെ പോലെ. അപ്പൊ അതുകൊണ്ട് അത് എല്ലായിടത്തും മൈക്ക് ഓപ്പറേറ്ററെ പറഞ്ഞില്ലെങ്കിൽ എന്തെന്നറിയോ, ഞാൻ നല്ല ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നല്ല ശബ്ദത്തിൽ പറയുമ്പോൾ പുള്ളി പെട്ടെന്ന് കുറച്ച് വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല.
സംഘാടകർ ആദ്യം ഒരു റേറ്റ് പറയും, പിന്നെ ബക്കറ്റ് കളക്ഷനൊക്കെ എണ്ണി നോക്കിയിട്ട് പറയും അത്രയും വേണോ കുറച്ചുകൂടെ ഒന്ന് കുറച്ച്. കാരണം അവർക്ക് എവിടെയെങ്കിലും പോകുന്ന പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കുറ്റപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ എനിക്ക് കുറ്റപ്പെടുത്താം. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്കത് ഞാൻ പറഞ്ഞ രീതിയിൽ ശരിയായില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസംഗം കിട്ടൂല. ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടു വന്ന് നിങ്ങൾക്ക് പ്രഭാഷണം കൊണ്ട് ഉപയോഗമില്ലാതെ പോകും. അതിന് ഉത്തരവാദിത്തം ഞാനായിരിക്കില്ല. ഞാൻ പൂർണ്ണമായി ഇൻഷാ അല്ലാഹ് പറയും. അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രവർത്തകർ സഹകരിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കാൻ എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഇനിയിപ്പോ നിലത്തിരിക്കാനേ കഴിയുള്ളെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ ഉപകാരമായിരുന്നു. ശ്രമിച്ചു നോക്കുക, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംഘാടകരെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത്. ഇന്നലെ നമ്മൾ കുറെ പേപ്പറൊക്കെ കൊടുത്തപ്പോ സംഘാടകർക്ക് ഇപ്പൊ രാവിലെ സമയത്ത് സ്കൂൾ ഗ്രൗണ്ടല്ലേ, നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ വൃത്തിയാക്കി കൊടുക്കുക. ഇത്രയും വിശാലമായ ഗ്രൗണ്ട് 100-200 സംഘാടകർ ഓടി നടന്നാൽ ചിലപ്പോ വൃത്തിയാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ പൂഴിയാണ്. മാക്സിമം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എങ്കിലും വലിയ നികഷ്ടതകളൊന്നും ഉണ്ടാവില്ല. ഇരിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് സഹകരിക്കുക. പിന്നെ എനിക്കെന്തായാലും അത്രേ പറയാൻ കഴിയൂ. കാരണം നിങ്ങൾക്കൊരു സൗകര്യം ഒരുക്കി തരാതെ നിങ്ങളോട് ഇരിക്കാൻ പറയുന്നത് ശരിയല്ല. എങ്കിലും ഞാൻ എന്റെ ഒരു മര്യാദയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്ന വിഷയം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സാധാരണ ഈ വിനീതന്റെ ഇസ്ലാമിക പ്രഭാഷണ വിഷയങ്ങളിൽ എന്റെ എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക പ്രഭാഷകന്മാരുടെയും വിഷയങ്ങളിൽ ഏത് വിഷയം അവർ ചർച്ച ചെയ്താലും ആ വിഷയത്തിന്റെ സമാപനം അല്ലെങ്കിൽ അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു 5-10 മിനിറ്റ് 15-20 മിനിറ്റ് സ്ത്രീകളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന കുറെ വിഷയങ്ങൾ കാര്യഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്നത് പതിവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 2 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യുന്ന ആ വിഷയം ഒരു മുസ്ലിം കുടുംബത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, ഒരു മുസ്ലിം കുടുംബത്തിൽ സജീവമാകണമെങ്കിൽ ഏറ്റവും അധികം അതിന് ശ്രമം നടത്തേണ്ടത് ഒരു മുസ്ലിം പെണ്ണുകൂടിയാണ്. പെണ്ണെന്ന് പറയുന്നത് കുടുംബത്തിന്റെ വിളക്കാണ്, ജീവിതത്തിന്റെ സന്തോഷമാണ്, പുരുഷന്മാരുടെ മനസ്സിന്റെ ആഹ്ലാദമാണ്, ഒരു നാടിന്റെ അലങ്കാരമാണ്, സ്വന്തം കുടുംബത്തിന്റെ ആദർശത്തിന്റെ സൂര്യപ്രഭയാണ്. അതിലൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അങ്ങനെയുള്ള ഓരോ വിഷയത്തിനിടയ്ക്ക് 5-10 മിനിറ്റും പറയുക എന്ന ശൈലി മാറ്റിയിട്ട് കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചോദിച്ചാൽ തന്റെ കഴുത്തിൽ മാറിടത്തിന് മുകളിൽ കിടക്കുന്ന ഭാരമുള്ള താലി, സ്വർണ്ണത്താലി പോലും വലിച്ചു പൊട്ടിച്ച് അനാഥ മക്കൾക്ക് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർക്ക് വേണ്ടി ഓരോ ഇൽമിന്റെ വേദിയിലും സമാപനം ദുആ ചെയ്യുമ്പോ പുരുഷന്മാരെക്കാളേറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരിന്റെ പേമാരി പെയ്യിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്ത് കരഞ്ഞ് നിലവിളിക്കുന്ന നൂറുകണക്കായ സഹോദരിമാർക്ക് വേണ്ടി ഏത് കാസറ്റ് ഇറങ്ങിയാലും അത് കഴിയുമ്പോൾ പുതിയ ഒരു പ്രഭാഷണ സീഡിക്ക് വേണ്ടി കാത്തിരുന്ന് വീട്ടിന്റെ അകത്തത് കണ്ട് സ്വലാത്തിലൂടെ ദിക്റിലൂടെ ആത്മീയതയുടെ ചിറകേന്തിയിട്ട് മദീനയുടെ ചാരത്തേക്ക് പറന്നു പോകാൻ വരെ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ആ ഭാഗ്യം കൊതിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി, എന്റെ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ഈ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ് ബർസഖെന്ന് പറയുന്ന ലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നരകത്തിന്റെ സീറ്റുറപ്പിച്ചു പോകുന്ന ഒരു പെണ്ണായി പൊന്നാനിയുടെ പരിസരത്തുള്ള സഹോദരിമാര് മാറാതിരിക്കാനാണ് സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോലെന്ന മഹത്തരമായ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ആ വിഷയം മാത്രം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ,
തിരുവനന്തപുരം മുതൽ മലബാർ വരെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുഭാഗങ്ങളിലായി എന്റെ പ്രിയമുള്ളവരെ കടകളുടെ ഫ്രണ്ടുകളിലായി 4 വശങ്ങളിലും നിറച്ചിരിക്കുന്ന വൃക്ഷറോഡുകൾ പരിശോധിക്കുമ്പോൾ പട്ടുപാവാടയുടെയും പട്ടുവളയുടെയും പട്ടുസാരിയുടെയും എന്തിനേറെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെയും കയ്യിലടിയുന്ന വാച്ചിന്റെയും എന്തിനേറെ തലയിൽ തൊടുന്ന കുറിക്ക് വരെ പരസ്യം കൊടുക്കാൻ കേരളത്തിലെ ഏറ്റവും നല്ല സഹോദരിമാര്, തൊലിവെളുപ്പുള്ള സഹോദരിമാര് അവരുടെ ശരീരത്തിന്റെ ചില നഗ്നതകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരുക്കി നിർത്തുമ്പോ ജനലക്ഷങ്ങളുടെ കണ്ണുകൾ മുഴുവനുമാ മനോഹരമായ പിക്ചറിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന വർഗത്തെ അതിനുവേണ്ടി മാത്രം മാറ്റപ്പെടാനുള്ളതല്ല എന്ന് ഒരു മറുപടി തരാൻ ഈ വിഷയത്തിലൂടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോവുകയാണ്. അതിലുപരി പഴയകാലത്തെ കാലവേടിച്ച് പണ്ട് പുറത്തിറങ്ങാൻ മടി കാണിച്ചിരുന്ന സ്ത്രീ സമൂഹം, പണ്ട് പുറത്തിറങ്ങാൻ ലജ്ജ കാണിച്ചിരുന്ന സ്ത്രീ സമൂഹം, പണ്ടൊരു മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് പൊന്നാനി ടൗണിൽ ഒരു പെണ്ണിന് സംസാരിക്കണമെങ്കിൽ അവൾക്ക് വല്ലാത്ത നാണക്കേടും ലജ്ജയുമായിരുന്നെങ്കിൽ ഇന്ന് വലിയ വലിയ സ്ഥാപനങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളുടെ കസേരയിൽ ക്യാഷറായി തിരിക്കുന്നത് ചുണ്ടിൽ ലിപ്റ്റിക്ക് പരത്തിയ, കാർകൂന്തലിന് കൊഴുപ്പ് പരത്തിയ, മിരികം വടിച്ചു കളഞ്ഞ ഏറ്റവും നല്ല മോഡലുകളായി അറിയപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ എന്തിനേറെ പഴയകാലത്തൊരു വീട്ടിലെ ഉമ്മാക്കും ഭാര്യക്കും പെങ്ങൾക്കും പെമ്മക്കൾക്കും വസ്ത്രം വേണമെന്നുണ്ടെങ്കിൽ ആ കുടുംബനാഥൻ തന്റെ പെരുന്നാൾ ആവശ്യം വരുമ്പോ, നബിദിനം വരുമ്പോ, മറ്റു കുടുംബത്തിലെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ തുണിക്കടകളിലേക്ക് പോയ ടെക്സ്റ്റൈൽസുകൾ കുള്ളറയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങി വൈകുന്നേരം മടങ്ങി വരുന്നത് വരെ വീട്ടിന്റെ അകത്തളത്ത് കഴിയുന്ന സഹോദരിമാർ കാത്തിരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരവസ്ഥ മാറി. ഇന്ന് ഉപ്പയെയും ഇന്ന് ആങ്ങളമാരെയും ഭർത്താക്കന്മാരെയും വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് പർച്ചേസിന് വേണ്ടി സുബഹി ബാങ്ക് കൊടുക്കുമ്പോ വീട് വിട്ട് പുറത്തു ചാടുന്ന സഹോദരിമാർ പാതിരാത്രി 1 മണിയായാലും പെരുന്നാളിന്റെ തലേ ദിവസം പോൽ വീട്ടിലേക്ക് തിരിച്ചു വരാറ് ആണുങ്ങൾക്കുള്ള പുരുഷന്മാർക്കുള്ള വസ്ത്രത്തിന്റെ സെലക്ഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് കടകമ്പോളത്തിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം നിങ്ങി ഞെരുങ്ങി നിരങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അതിന് ഇസ്ലാമിക ആദർശബോധമുള്ള ഒരു പെണ്ണിന് ഒരു കടിഞ്ഞാനിടാൻ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലെല്ലാത്തിലുമുപരി പെണ്ണെന്ന് പറയുന്ന പെണ്ണിന്റെ ജീവിതം ഈ കാലഘട്ടത്തിൽ വളരെ ദുസ്സൂഹമെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോ ഡൽഹിയുടെ തിരുവോരത്ത് വലിച്ചു കീറപ്പെട്ട പെണ്ണിന്റെ കഥ, സൂര്യനെല്ലിയിലെ പെണ്ണിന്റെ കഥ പത്രത്തിലൂടെ ചാനലുകളിലൂടെ നിറഞ്ഞു നിൽക്കുമ്പോ പലരും കാണാതെ പോയ തൃശൂർ ജില്ലയുടെ ചാവക്കാട് അകലാളെന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഒരു പാവപ്പെട്ട റസിയ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ റസിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ 27 വയസ്സിന്റെ അകത്തുള്ള പട്ടിണി പാവമാന മഴ പെയ്ത ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് കഴിയുന്ന ആ പാവപ്പെട്ട പെൺകുട്ടിയെ കുറച്ചു ദിവസം കാണാതിരുന്നപ്പോ അതേ കാമുകന്റെ വീടിന്റെ പിന്നാമ്പുറത്ത്, കാമുകന്റെ വീടിന്റെ പുറകുവശത്ത് ഒരു പരുകൂറ്റൻ കൊടിയെടുത്തിട്ട് റസിയ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ പെറ്റ പൊന്നുമോളെ തൃശൂർ ജില്ലയുടെ ചാവക്കാടിന്റെ പരിസരത്ത് ഒരുപാട് പ്രാവശ്യം നൗഷാദ് ബാഖവി, കബീർ ബാഖവി, നവാസ് മന്നാരിയെ പോലെയുള്ള ഒരുപാട് പ്രവാചകന്മാരെ ഇസ്ലാമിക സംസ്കാര ബോധത്തിന് വേണ്ടി പ്രഭാഷണം നടത്തിയ ചാവക്കാട് അകലാറിന്റെ മണ്ണില് റസിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കോടിയറുക്കുന്ന ലാഘവത്തോട് കഴുത്തറച്ച് മാറ്റിയിട്ട കൈകാലുകൾ വെട്ടിയെറിഞ്ഞിട്ട് കുഴിച്ചുമൂടിയ സാഹചര്യത്തിലോ പൊന്നാരിയുടെ വിരുമാറിന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാരെ, നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആ പെൺകുട്ടിയെ കാണാനില്ലാതെ കുടുംബം അന്വേഷണം നടത്തുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആങ്ങളമാര് കഷ്ടപ്പെടുമ്പോ ഒരു നായ കടിച്ചു കൊണ്ടുപോകുന്ന ദിവസങ്ങളായി ദുർഗന്ധം വമിക്കുന്ന കുടിക്കകത്ത് നിന്ന് ചോരയുടെ മണം മണ്ണിന്റെ മുകളിലൂടെ പുറത്തു വന്നപ്പോ നാവ് നീട്ടി അരഞ്ഞുപോയ ഒരു നായ റസിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിരൽത്തുമ്പ് കടിച്ചുകൊണ്ടുവന്ന് അവസാനമാ പൊന്നുപോലെ പുഴുത്തളഞ്ഞ ശരീരമെടുത്ത് പുറത്തിട്ട് പോയെങ്കിൽ അങ്ങനെയുള്ള 100 കണക്കാറ് പെൺകുട്ടിമാരുടെ ശാപമേറ്റുവായ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പൊന്നാനിയിൽ എന്റെ പ്രിയമുള്ള ഒരുപാട് മഹാരഥന്മാര് നടന്നു പോയിട്ടുള്ള, ഒരുപാട് പണ്ഡിതന്മാര് നടന്നു പോയിട്ടുള്ള, ഒരുപാട് സയ്യിദന്മാര് പൊടുത്തം തന്നിട്ടുള്ള പൊന്നാനിയുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കും
പതിനായിരക്കണക്കിന് സഹോദരിമാരോട് പറയുകയാ, എന്റെ പെങ്ങളെ, അകലാടിന്റെ റസിയെ പോലെ നിനക്കൊരു ഗതികേട് വരാതിരിക്കാ. ഡൽഹിയിലെ പെണ്ണിനെ പോലെ, സൂര്യനെല്ലിയിലെ പെണ്ണിനെ പോലെ ഒരു ഗതികേട് തലമറച്ച തട്ടമിട്ടോ. അല്ലാഹു അക്ബർ എന്ന് പള്ളി വിലാപത്തിലൂടെ പങ്കുപടങ്ങുമ്പോ സാരിയുടെ തലപ്പെങ്കിലും എടുത്ത് തലമറക്കാ മനസ്സ് കാണിക്കുന്ന പെണ്ണ്, ആ ഒരു ഗതികേട് നിനക്ക് വരാതിരിക്കാൻ. അതിലെല്ലാറ്റിലും ഉപരി ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പൊന്നാനിയിൽ ഇത്ര ഉയർന്ന പോലെ സ്വലാത്ത്. ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് മാണിക്യമുത്ത് റസൂലുനാ നബിയുനാ വഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയില്ലേ? ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രിയെക്കുറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ നിറഞ്ഞു കവിഞ്ഞ മനോഹരമായ സരസിൽ എനിക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അന്ന് അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗം കാണിച്ചു കൊടുത്തു, നരകം കാണിച്ചു കൊടുത്തു. മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ടുപോയി പെങ്ങളെ, തലതല്ലി തീർച്ചതാവേറെ സഹിച്ചതും അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ, അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നിട്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സങ്കടത്തോടെ പറഞ്ഞു കൊടുത്തതാ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചതമ്പുരാൻ എനിക്ക് നരകം കാണിച്ചിരുന്നു. ആ നരകത്തിലേറെയും കത്തിക്കപ്പെടുന്ന വിറക് ദുനിയാവിൽ ജീവിച്ചിരുന്ന മുസ്ലിം പെണ്ണിന്റെ ശരീരമാ. നരകത്തിലേറെ എരിക്കപ്പെടുന്നത് സ്ത്രീകളെയാണ്, നരകത്തിലേറെ കത്തിക്കപ്പെടുന്നത് സ്ത്രീകളെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തല്ലോ. ആ ഒരു ഗതികേടിന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നൂറുകണക്കിന് പ്രഭാഷണം കേട്ട് ആയിരക്കണക്കിന് സീഡുകൾ നെഞ്ചിൽ വെച്ച് കിടന്നിറങ്ങുന്ന എന്റെ സഹോദരിമാർക്ക് വന്നു പോകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നരകത്തിലാക്കിയത് അല്ലാഹുവിന്റെ റസൂലല്ല. അങ്ങനെ കരുതിപ്പോണ്ട പെണ്ണേ, നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും, ഉസ്താദേ എവിടെ പ്രസംഗത്തിൽ വന്നാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്, ആര് പ്രസംഗിച്ചാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ സംസാരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് നടന്നൂടാ, ഇരുന്നൂടാ, ശബ്ദിച്ചൂടാ, പുറത്തിറങ്ങിക്കൂടാ, ഇങ്ങനെ നൂറുകണക്കിന് നൊമ്പരം പറഞ്ഞിട്ട് ഉസ്താദുമാരെ കുറ്റപ്പെടുത്തുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല. മുത്തായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് അന്നിസാ, ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട 3 പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് അന്നിസാ, അത് സ്ത്രീകളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ സഹോദരിമാർക്ക് എങ്ങനെ അള്ളാന്റെ ഹബീബിന് എതിരാകാൻ സാധിക്കും? എന്തിനേറെ ലോകത്തിന്റെ നായകന് കടന്നു വരുന്ന അവസ്ഥയിൽ ഖുർആൻ പറയുന്നവ ഇദാ ബുശ്ിറഅദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികു അലാഹു അം യദ്സുഹു ഫിത്തുറാബ് അലാ സാമാ യഹ്കുമൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ 6-ാം നൂറ്റാണ്ടിലെ കാറ്ററതികളിൽ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ഗർഭവതിയായാൽ
ബുശ്റാഹദുഹും ബിൽഉൻസാ, ഒരു പെൺകുട്ടിയാണ് പിറക്കുന്നത് എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു പോയ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉപ്പയുടെ മുഖം ഇരുണ്ടുപോവുകയാ. എന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ്. ചോരയുടെ മണം മാറാത്ത പെൺകുട്ടിയെ മരുഭൂമിയിലെ മണ്ണ് വാന്തി കുഴിയെടുത്തിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ജീവികളെ കുഴിച്ചു മൂടുന്ന ലാഘവത്തോടെ മണ്ണ് വെട്ടിയിട്ട് കുഴിച്ചു മൂടുകയാണ്. കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറ്, ഉമ്മാന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ്, ഉപ്പാന്ന് വിളിക്കാൻ സമയമാകുന്നതിന് മുമ്പ്, ചോരയുടെ നിറം പോലും മാറുന്നതിന് മുമ്പ് ആ വലിയ കുടിയിലേക്ക് ഇട്ടുകൊണ്ട് മണ്ണ് മൂടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ആര് കടന്നു വരുന്നത്? ലോകത്തിന്റെ നൂറ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴാ കടന്നു വരുന്നത്? മുത്തായ നബി തങ്ങൾ കടന്നു വന്നിട്ട് എന്തേ പറഞ്ഞത്? സഹോദരിമാര് അല്ലാഹുവിന്റെ ഹബീബിനോട് പിണങ്ങണ്ട, നിങ്ങളേറെ നരകത്തിലാണെന്ന് പൊന്നാറ നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ നീ സൂക്ഷിക്കാൻ വേണ്ടിയാ, പിന്നെ നീ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ റസൂൽ കാട്ടറബികൾക്കിടയിലേക്ക് കടന്നു വരുമ്പോ കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിന്റെ കബറിന്റെ മുകളിലെ മണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞ വാക്ക്, എന്റെ പെണ്ണ്, ആ ഒരു വാക്കിന് വേണ്ടി നിനക്ക് ജീവിതം ഹബീബിന് കൊടുത്തേ പറ്റു പെണ്ണ്. ആ ഒരൊറ്റ വാക്കിന് വേണ്ടിയിട്ട് മദീനക്ക് വേണ്ടി പണയമാണ് പൊന്നാനയിലെ പെണ്ണേ നീ. നിനക്ക് സിനിമാ പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ല, നിനക്ക് കഥ പറയാൻ സ്വാതന്ത്ര്യമില്ല, നിനക്ക് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നാനുള്ള സ്വാതന്ത്ര്യമില്ല. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മദീനയുടെ രാജകുമാരന് വേണ്ടി പണയമാണ് പെണ്ണേ നിന്റെ ജീവനും ജീവിതവുമെന്ന് മറക്കല്ല മോളെ. ആ മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ടല്ലോ റസൂൽ പറഞ്ഞതെന്താ? ആരെങ്കിലും ഈ പെൺകുട്ടികളെ വളർത്തിയാൽ, പ്രായപൂർത്തിയാകുന്നവരെ വളർത്തിയോ, എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുത്ത കുന്നലോ ചിത്രം മിനന്നാർ, അവർക്കത് നരകത്തിന്റെ മറയാണെന്ന് ലോകത്തിന്റെ നിധിയേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ യലിയ മിൻ ആദിഹിൽ ബനാതി ഫഹസന ഇലൈന കുന്നലഹു ചിത്രം മിനന്നാർ. ഈ പെൺകുട്ടികളെ ആരെങ്കിലും വളർത്തിയാൽ, അവർക്ക് ഗുണം ചെയ്താൽ, കുന്നലഹു സിത്തറം മിനന്നാർ, അതവർക്ക് നരകത്തിന്റെ മറയായിരിക്കും. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലധികം പെൺകുട്ടികൾ ഉള്ള രക്ഷകർത്താക്കളൊന്ന് കൈവക്കി. ഒന്നിലധികം പെൺകുട്ടികളുള്ള വളരെ കുറവാണല്ലേ? ആലോചിക്കണേ ഉള്ള ഇപ്പോഴെത്ര ഉണ്ടെന്ന്. പതുക്കെ പതുക്കെ പോകുന്ന കൈ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ മക്കളിൽ ബറക്കത്ത് ചെയ്യട്ടെ. ബാപ്പുദാവിന് എത്ര ഉണ്ട്? 3 പെൺമക്കളാണ് അല്ലേ? കല്യാണം എന്ന് വിളിച്ചാൽ ഒന്ന് ഒക്ടോബർ 22, 27 ഒക്ടോബർ 27 ബാപ്പുദാവിന്റെ മോളെ കല്യാണം ചെന്നോളി. ഞാനായിട്ട് വിളിച്ചില്ല എന്നുണ്ട്. ബാപ്പുദാവ് ഇത് വെള്ളം മാറ്റിട്ട് ചൂട് വെള്ളം വേണം, ഇതിനകത്ത് ചൂട് നിൽക്കില്ല. ഇത് ഒരു മാസം ഒന്നിലധികം പെൺമക്കളുള്ളവർ, ഒരു പെൺകുട്ടി തന്നെ ഉള്ളത് ഭാഗ്യമാണെങ്കിലും ഒന്നിലധികം ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്, ജീവിതത്തിൽ അതൊരു വല്ലാത്ത ആഹ്ലാദവുമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത സംഭവം ഉസ്താദേ. കാരണം എന്നോട് അങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ? എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി. എനിക്ക് 3 ആൺമക്കളാണ്, അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹം പെൺമക്കൾക്കാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ആൺമക്കളെ ഉള്ളൂ, അതുകൊണ്ടറിയില്ല. മാതാപിതാക്കളോടൊരു വല്ലാത്ത സ്നേഹമാണത്ര, പ്രത്യേകിച്ച് ഉപ്പയോട് വല്ലാത്ത സ്നേഹമാണത്രേ അല്ലേ? അത് ലോകത്ത് ഒരുപ്പയുടെയും ഒരു മകളുടെയും സ്നേഹത്തിൽ നിന്ന് ചിലപ്പോൾ തുടങ്ങിയതായിരിക്കാം. ഒറ്റമാളിക്കൽ മുത്തുക്കോയ തങ്ങൾ എഴുതിയ പാൽനില പുഞ്ചിരി തോകുമാ സുന്ദരി പേരിടും ഹോറി പൂവിതൽ ഫാത്തിമ. അല്ലാഹുവേ, ലോകത്ത് ഒരു പാകം ഇതുപോലെ മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല റബ്ബേ, കഴിയില്ല പടച്ചവനെ. എന്റെ കരളിന്റെ ഭാഗമാണെന്ന് വെറുതെ പറഞ്ഞാ പോലെ ഉപ്പമാരെ, ആ മനസ്സിന്റെ ആ ഹൃദയത്തിന്റെ ഒരു കചറമാണ് തന്റെ പൊന്നുമോള് ഫാത്തിമ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ച് പഠിപ്പിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ പെൺമക്കൾ പിറന്നു എന്നറിയുമ്പോൾ ലഡു വാങ്ങാൻ പോയവനെ വിളിച്ചിട്ട് വേണ്ടടാ ശുക്കൂറെ ഗ്യാസ് ഔട്ടായി മതി ആണല്ല എന്ന് പറയണ്ട. ലേബർ റൂമിന്റെ മുന്നിൽ നിന്ന് ഫോൺ വിളിച്ച് പറയുന്നു, ഉസ്താദേ വൈഫ് അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്, ഉസ്താദ് ഒന്ന് ദുആരക്കണം. ഞാൻ പറഞ്ഞെന്ത്, നല്ല ആൺകുട്ടി തന്നെ ആയിരിക്കണം, വീട്ടിലെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഞാൻ നല്ല പേരും എടുത്തു വെച്ചിട്ടുണ്ട്, സുൽത്താനുൽ അക്ബർ, ഏറ്റവും വലിയ രാജാവ്. അതിൽ പറയണ്ടല്ലോ, ഇനി അതിനപ്പുറത്തേക്ക് വേറൊരു പേരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആണിനെ കുതിക്കോളൂ എല്ലാവരും. ആൺമക്കൾ ആവശ്യമാണ്, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, ആൺമക്കൾ വേണം. പക്ഷേ പെണ്ണു പിറന്ന് വീണാൽ സങ്കടം തരണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കോഴിക്കോട് ജില്ലയുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ അകത്തളത്തല്ലേ ലേബർ റൂമിലേക്ക് 6ാമത്തെ പ്രസവത്തിന് കൊണ്ടുപോയ മുസ്ലിം പെണ്ണ് കരഞ്ഞുകൊണ്ട് സിസ്റ്ററോട് പറഞ്ഞത്, എന്റെ പ്രസവം കഴിയുമ്പോ അത് പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ നിൽക്കണ്ട. വിഷം കുത്തിവെച്ചുകൊണ്ട് പ്രസവത്തിൽ ഞാനെങ്ങ് മരിച്ചുവോ എന്ന് നിങ്ങളൊന്ന് പുറത്ത് പറയുന്നു. 6ാമതും ഞാൻ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ അകത്തിലേക്ക് കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണിന്റെ നാട്ടിലാ, കരഞ്ഞ പെണ്ണിന്റെ കേരളത്തിലാ നമ്മളുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, നിനക്ക് അല്ലാഹു തന്ന ജീവിതം പുണ്യമാണ്. നീ വലിപ്പമുള്ളവളാണ്, നീ മഹത്വമുള്ളവളാണ്, നീ മഹാത്മ്യമുള്ളവളാണ്. എത്രയോ കുടുംബത്തെ ഒരു പെണ്ണിന്റെ ജീവിതത്തിലൂടെ രക്ഷപ്പെടുത്താൻ കിടന്നിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ ശ്രമഫലമായി എത്രയോ കുടുംബം സ്വർഗത്തിന്റെ കുടുംബമായി മാറിയിട്ടുണ്ട്. ഒരു പെണ്ണ് കാരണമായി എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണേ, ഈ രാത്രിയിൽ അനുഗ്രഹീതമായ കേരളത്തിന്റെ മക്കയായ പൊന്നാനയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം മോളെ. അല്ലാഹുവേ, ഞാൻ അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്നവളാണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തതെന്താ? ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. അല്ലാഹുവിന്റെ കോടതിയില് നിങ്ങളെ വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക. അല്ലാഹുവിന്റെ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, ആ മഹ്ശറ വൻസഭയിൽ നിങ്ങളെ നിരത്തി നിർത്തുന്നതിന് മുമ്പ്, യൗമ യഖൂമു റൂഹു വൽ മലായിക സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. പടച്ചവന്റെ അനുമതിയില്ലാതെ സലിക്കാൻ കഴിയാതെ സൃഷ്ടികൾ മുഴുവനും നിരന്നു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ വിചാരണ ഇവിടെ നടക്കുകയാ. ഇഖ്തറബ ലിന്നാസി ഇസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. അടുത്തുപോയി പെങ്ങളെ, വിചാരണ അടുത്തുപോയി പെങ്ങളെ. അടുത്ത സെക്കൻഡിന്റെ വിചാരണ നടക്കപ്പെടാൻ പോവുകയാണ്. മദീനയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരുനാഥൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ ആ നാളത്തെ വിചാരണയ്ക്ക് മുമ്പ് സ്വയം നിങ്ങൾ വിചാരണ നടത്തുക. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയോ? ഇത് കേട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങിയോ? തന്റെ ശരീരത്തുള്ള ചാട്ടവാർ ഊരിയെടുത്തുകൊണ്ട് ഉമർ എന്നവർ ശരീരത്തെ ഉപദ്രവിച്ചിട്ടില്ലേ? തെളിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുന്നിലേക്ക് തന്റെ വിരത്തുമ്പ് കൊണ്ട് പോവുകയാ. ഇസ്ലാമിന്റെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ വിളക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അഗ്നിയുടെ അകാരമായ ശക്തിയുടെ ചൂട് കൊണ്ട് സഹിക്കാറാകാറ് തന്റെ വിരൽത്തുമ്പ് പിന്നിലോട്ട് വരുമ്പോ ആളി പടരുന്ന നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിക്കിടന്നു പോരാ. ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കിടന്നുകൊണ്ടാ പിന്നെ ഉറങ്ങിയത്. ഓരോ സഹാബികളും അങ്ങനെയാ. പക്ഷെ ഇവിടെ ഒരു കാര്യം പഠിക്കണം പെണ്ണേ, അത് പുരുഷന്മാരോട് മാത്രം പറഞ്ഞതല്ല, അത് ആണുങ്ങളോട് മാത്രം പറഞ്ഞതല്ല. പെണ്ണെ, നാളെ മഹ്ശറ വൻസഭയിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു. അവിടുത്തെ വിചാരണയ്ക്ക് മുമ്പ് പൊന്നാനിയിലെ വളവിന്റെ സ്വർഗീയ ആരാമത്തിന്റെ
സ്വയം വിചാരണ നടത്തണം. പെണ്ണേ, നിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് സ്വയം ഒന്ന് വിചാരണ നടത്തണം. അള്ളാഹു നാളെ എന്നോട് ചോദിക്കപ്പെടുന്ന ആ ചോദ്യങ്ങൾക്ക് ഒരു പെണ്ണായി പിറന്നു എന്ന രീതിയിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ അള്ളാഹുവിന് മറുപടി കൊടുക്കണമെന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം. പുരുഷന്മാരെ കുറിച്ച് പറയുന്നില്ല എന്ന് കരുതി മൊബൈൽ എടുത്ത് ഏണിയും പാമ്പും കളിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. രസിക്കുന്ന വിഷയമല്ലെങ്കിൽ അപ്പോഴേ മൊബൈൽ എടുക്കാം. എന്തെല്ലാം മോഡല് ഗെയിമാ ഉള്ളത്, പാമ്പ് മുട്ട വിഴുങ്ങണത് ഉൾപ്പെടെ. അതെടുത്ത് വെള്ളിയാഴ്ച പോലും അത് ചെയ്യുമെങ്കിൽ ഇൽമിന്റെ മജ്‌ലിസിൽ അത് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് അവരെക്കാൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പൊന്നാനിയുടെ ഇതിനടുത്തൊരു കടലുണ്ട്, കടൽ പ്രദേശമുണ്ട് എന്ന് എനിക്കറിയാം. ആ കടലോര തീരത്ത് താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ ഒരു മുസ്ലിം പെണ്ണിന് യാസീൻ ഓതാൻ കഴിയുന്നില്ല, ഒരു മുസ്ലിം പെണ്ണിന് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല, ഒരു മുസ്ലിം പെണ്ണിന് സമാധാനത്തോടെ ഇശാ നിസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണമെന്തേ? സന്ധ്യമയങ്ങുമ്പോൾ കള്ളുകുടിച്ചുകൊണ്ട് രണ്ടു കാലിൽ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് അതിന്റെ അകത്ത് കിടന്ന് ബഹളം വെക്കുമ്പോൾ മുസല്ലയിലിരുന്നുകൊണ്ട് യാസീനോടാ തുടങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, എനിക്ക് ഈ ജീവിതമാണല്ലോ നീ വിധിക്കപ്പെട്ടതല്ല. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വീടിന്റെ ഉമ്മറപ്പിരിക്കുന്ന മക്കളകത്തേക്ക് ഓടുകയാ. ഉമ്മാന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്ന, ഉപ്പ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാവുകയാണ്. കള്ളുകൊടുത്തുകൊണ്ട് കടന്നു വന്ന പിതാവിനെ കണ്ട് മക്കളെ വരണ്ടോടുകയാണ്. മലപ്പുറം ജില്ലയുടെ പൊന്നാനിയുടെ പരിസരത്ത് ഏതെങ്കിലും ഒരു തെറ്റക്കോരയിൽ ഞാൻ ഈ പറഞ്ഞ രംഗം നടക്കുന്നുണ്ടെങ്കിലും ഓരേ അവിടെ ഏറ്റവും നല്ല പൊരുത്തക്കേടിന്റെ ആള് നീയാണ്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ വിളക്കായ പെണ്ണിന്റെ പ്രകാശം കെടുത്തിക്കളയാ. എന്റെ സഹോദരങ്ങളെ, ഒരുങ്ങാൻ പാടില്ല. അതുകൊണ്ടൊരു സൗകര്യം ചെയ്തു കൊടുക്കാനെങ്കിലോ അവരുടെ വിവാഹത്തിന് തടസ്സമാകാതിരിക്കോ, അവരുടെ ആരാധനയുടെ ചൈതന്യങ്ങളെ കബറടക്കാതിരിക്കാ, അവര് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വലിച്ചറിയാതിരിക്കാൻ, അവരോടൊപ്പം സ്വർഗത്തിനൊരു പേരുണ്ടാക്കാ. എന്റെ മലബാറിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് അവരെക്കാളുപരി ഏറ്റവും അധികം അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നെങ്കിലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി പറയുകയാണ്. ഏതെങ്കിലും പെൺകുട്ടികളെ, ചെറുപ്പക്കാരാണല്ലോ കൂടുതൽ, ക്യാമ്പസിന്റെ മുമ്പിൽ നിന്ന്, സ്റ്റാൻഡിൽ നിന്ന് കണ്ണ് കാണിച്ച്, കൈ കാണിച്ച്, മൊബൈലിന്റെ മിസ് കോൾ കാണിച്ച്, മെസ്സേജ് കാണിച്ച്, ഫേസ്ബുക്കിൽ റോസാപ്പൂവൊക്കെ വരച്ച് കാണിച്ച് വലയിലാക്കാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ ശ്രമം നടത്തി 90% വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി അതിനൊരു പരാജയം വരാൻ പോവാൻ. ആ പരിപാടി നമ്മൾ ഇന്ന് നിർത്തലാക്കുകയാണ്. ഒരിക്കലും അത് നമുക്ക് ചേർന്ന പരിപാടിയില്ല. ഒരു കുടുംബത്തിന്റെ കണ്ണുനീരുണ്ടാക്കുന്ന, ഒരു കുടുംബത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്ന അത്തരം പ്രക്രിയകളോട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഇന്ന് വിട പറയാൻ പോവുകയാണ്. സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാകും. പെണ്ണ് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുന്ന പെണ്ണ് എന്ന വ്യക്തിത്വത്തിനോടുള്ള ചോദ്യങ്ങൾ: 1, ആ പെണ്ണൊരു മകളാണ്. 2, ആ പെണ്ണൊരു ഭാര്യയാണ്. 3, ആ പെണ്ണൊരു ഉമ്മയാണ്. 4, ആ പെണ്ണൊരു പെങ്ങളാണ്. ഈ 4 റോളും എല്ലാ സ്ത്രീകളും അഭിനയിക്കേണ്ട റോളാണ്. ഈ റോളിനെ കുറിച്ച് അല്ലാഹു നാളെ നിന്നോട് ചോദിക്കും. ആദ്യം ചോദിക്കുന്നത് മകളോടാണ്, പെൺകുട്ടികളോടാണ്. പൊന്നാനിയുടെ സ്കൂൾ ഗ്രൗണ്ടിന്റെ വലതുഭാഗത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന, തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കുകയാ, മകളല്ലാത്ത ആരാണ് ഇവിടെയുള്ളത്? ഉമ്മയുടെ മോളായ, ഉപ്പയുടെ മോളായ? അവര് മരിച്ചുപോട്ടെ, ജീവിച്ചിരിക്കട്ടെ. അവര് പ്രായമുള്ളവരാകട്ടെ, പ്രായം കുറഞ്ഞവരാകട്ടെ, അവര് ഹോസ്പിറ്റലിലാകട്ടെ, വീട്ടിലാകട്ടെ. എന്റെ സഹോദരിമാരെ, ഈ പൊന്നാനിയുടെ മജ്‌ലിസിൽ വന്ന ഓരോ പൊന്നുമോളും മകളാണെന്ന രീതിയിൽ ഇന്ന് കസേരയിൽ നിന്നുകൊണ്ട് വിചാരണ നടത്തപ്പെടുകയാ.
സമീപനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ നിന്റെ മാതാപിതാക്കളോട് നീ കാണിച്ച പൊരുത്തങ്ങളെ കുറിച്ച് പൊരുത്തക്കേടുകളെ കുറിച്ച് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഞാൻ വ്യക്തമായ മറുപടി പറയണമല്ലോ. അതുകൊണ്ട് ഹാസിബു ഖബ്ല അൻ തുഹാസബു, അവിടുത്തെ വിചാരണയ്ക്ക് മുമ്പ് ഈ വഅദിന്റെ മജ്ലിസിന്റെ പാതിരാ സമയത്തിരുന്ന് നിറകണ്ണുകളോടെ ചിന്തയെ പറഞ്ഞു വിട്ടുകൊണ്ട് സ്വയം വിചാരണ നടത്തുക. പെൺമക്കൾ പറയാറുണ്ട്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ആങ്ങളമാരുണ്ടല്ലോ. എന്റെ ഉമ്മാക്ക് 5 ആൺമക്കളും ഞാൻ ഒരൊറ്റ പെണ്ണുമാണ്. പെണ്ണിന് മാതാപിതാക്കളോട് ബാധ്യതയില്ലാതാകുന്നില്ല ആൺമക്കളുള്ളത് കൊണ്ട്. ഉമ്മ എന്നും ഉമ്മയാണ്. എത്ര ആൺമക്കളെ പ്രസവിച്ചാലും അവരുണ്ടല്ലോ, നോക്കിക്കോട്ടെ, ഞാനൊരു പെണ്ണല്ലേ ഉള്ളൂ, ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് ഒരു പെണ്ണും ചിന്തിക്കാൻ പാടില്ല. നിനക്കുള്ള
നടക്കുന്ന സഅദേ, അവസാനം ഇസ്ലാമിന്റെ പടർക്കളത്തിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോ കയ്യതാറ്റുപോയി, കാലതാറ്റുപോയി, പുതുമാറിന്റെ ശിരസുപോല് അറ്റുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളോ ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയെറിഞ്ഞിട്ട് കഷണമാക്കുന്നു. അവസാനമതാ മരണപ്പെട്ട് കിടക്കുന്നവരെ പിറക്കിയെടുക്കാൻ വരിക. ആരക്കലാ ഷഹീദായത്, ആരക്കലാ മരണപ്പെട്ടതെന്നറിയാ. ഓടിവന്ന് സഹാബികൾ നോക്കുമ്പോ യാ റസൂലല്ലാഹ്, മുഖം മൂടി ദർശന്റെ തല ഒരു ഭാഗത്ത് ചിതറിക്കിടക്കുന്നുണ്ട് നബിയേ. ആരാന്നറിയാൻ പറ്റുന്നില്ല. മുത്തുനബിയെ അവിടെ നിന്ന് വരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നിട്ട് മുഖം മൂടിയെന്ന് മാറ്റിയിട്ട് ഇതെന്റെ സഅദല്ലേ, ഇതെന്റെ സഅദല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കത്തിന്റെ സമയത്ത് റഹ്മത്തിന്റെ മാലാഖമാർക്ക് ആ പ്രപഞ്ച ലോകത്ത് നിൽക്കാൻ ഇടമില്ലാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പാദവിരൽ ഊതി നടന്നു എന്ന് ചരിത്രം പറയുന്നു. എന്തിനാണ് നബിയെ നിങ്ങൾ എങ്ങനെ നടന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ സഅദിനെ ഖബറടക്കം കാണാൻ റഹ്മത്തിന്റെ മാലാഖമാര് വന്നിറങ്ങിയപ്പോ അവർക്ക് നിൽക്കാൻ ഇവിടെ ഇടമില്ല. അതുകൊണ്ട് എന്റെ കാലിന്റെ പാദത്തിനടിയിൽ അവർക്ക് സ്ഥലം കൊടുത്തതാണെന്ന് പഠിപ്പിച്ച പ്രവാചകര് അള്ളാഹുവിനെ അടക്കിക്കഴിഞ്ഞപ്പോ എല്ലാവരും പിരിഞ്ഞുപോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ പദപ്പാറോടെ അല്ലാഹുവിന്റെ റസൂലൊന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആ കരഞ്ഞു തീർന്ന ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ കണ്ണുനീര് തുടച്ച് ചെറിയ ഒരു പിടിച്ചു വന്നപ്പോൾ സഹാബികൾക്ക് അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്തു? അവര് വന്ന് മുത്തുനബിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ സഅദിനെ ഖബറടക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ആ സഅദിന്റെ ഖബറിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞല്ലോ. എന്തിനാണ് നബിയെ നിങ്ങൾ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുഞ്ചിരിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബാ, സഅദ് എന്താണ് ഇസ്ലാമിന് കൊടുക്കാനുള്ളത്? മുഴുവനും ഇസ്ലാമിന് വേണ്ടി കൊടുത്തല്ലോ. സഅദിന്റെ ഒരു രോമം പോലും ബാക്കിയില്ലാതെ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പറന്നു പോയല്ലോ. ആ സഅദിനെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചപ്പോ എല്ലാ മയ്യത്തുകളെയും വാരിയെല്ലുകൾ കോർത്തു പോകുന്ന വിധത്തില് ആ ഖബറുകളും ഇടുക്കമാക്കാറുണ്ട് സഹാബ. അങ്ങനെയാണ് ഖബറുകൾ ആദ്യം സ്വീകരിക്കുന്നത് സഹാബ. എന്റെ സഅദിന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചപ്പോ അതേപോലെ എന്റെ സഅദിന്റെ വാരിയെല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ ആ ഖബർ ഇടുക്കമാക്കാൻ ഒരുങ്ങിയത് ഞാൻ കണ്ടുപോയി സഹാബ. ഇസ്ലാമിന് വേണ്ടി എല്ലാ സന്തോഷവും മറന്ന, അല്ലാഹുവിന് വേണ്ടി എല്ലാ ആഡംബരവും മറന്ന, ആ പടച്ചതമ്പുരാന് വേണ്ടി എല്ലാ ആഡംബരങ്ങളും വലിച്ചെറിഞ്ഞ സഅദ്, ആ സഅദിന്റെ ശരീരം ഇടുക്കമാക്കാൻ ഖബറുകൾ ഒരുങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോ ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഖബർ വിശാലമാറിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോരെങ്കിൽ നമ്മൾ ഇസ്ലാമിന് വേണ്ടി എന്താ കൊടുത്തത് മുസ്ലിമേ? നമുക്ക് കൊടുക്കാനൊന്നുമില്ല, നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ആയുസിന്റെ പകുതിയോളം കഴിഞ്ഞുപോയില്ലേ? ഇനി എത്ര ദിവസമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇനി എത്ര മണിക്കൂറാണ് നമ്മൾ ജീവിച്ചിരിക്കുക? ഇനി എത്ര സമയമാണ് നമ്മൾ ജീവിച്ചിരിക്കുക? നമുക്കൊന്ന് ചെയ്യിക്കാൻ പറ്റുമോ? ആ സമയം എത്തിക്കഴിഞ്ഞാൽ, അസ്റായീൽ റൂഹ് പിടിക്കുന്ന നേരം എത്തിക്കഴിഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുപോകാൻ നമുക്കാരെങ്കിലും എന്തെങ്കിലും തരുമോ? എന്തെങ്കിലും തരുമോ? ഗൾഫിലേക്ക് പോകുമ്പോ സാധനങ്ങൾ പാക്ക് ചെയ്ത കൂട്ടുകാരവിടെ വന്നിട്ട് നിനക്ക് തരുന്ന പാക്കേജ് എന്തെന്നറിയോ? ഉസ്താദ് ദുആ ചെയ്യുമ്പോ രണ്ട് കൈയും വെച്ചിട്ട് ആമീൻ ആമീൻ. കിളിമാനൂര് പാപ്പാലയിൽ ആ പരിസരത്ത്, പാപ്പാലപ്പള്ളിയുടെ പരിസരത്ത് വിവാഹം കഴിഞ്ഞ് 3 മാസമേ ആയിട്ടുള്ളൂ.
വിവാഹം കഴിഞ്ഞു 3 മാസം തികഞ്ഞ ഒരു സഹോദരനെ മണവറയ്ക്കകത്ത് കിടത്തിയിട്ട് ഈ വിനീതന് കഫം പൊരിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. തന്റെ ശരീരത്തിന്റെ സുഖം നികർന്ന മണിയറ, ആ മണിയറയിലെ പൂ പോലും എടുത്തു കളഞ്ഞിട്ടില്ല. ആ മണിയറയിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് പോലും മറന്നു പോയിട്ടില്ല. ആ മണവറയുടെ സുഗന്ധം പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അസുഖം ബാധിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് മരണപ്പെട്ടു പോയ സഹോദരനെ മുട്ടത്തുമലപ്പള്ളിയിൽ വിളിച്ചു പറഞ്ഞ മൈക്കിലൂടെ